കരുനാഗപ്പള്ളി സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ ആദരവ് നടത്തി. കൊല്ലം ADM സജീവ് മറവനാലിനും മാധ്യമപ്രവർത്തകനായിരുന്ന രാജു ഇടവട്ടയിലിനുമാണ് ആദരവ് നൽകിയത്. കരുനാഗപ്പള്ളി സൗഹൃദവേദിയാണ് ആദരവ് സംഘടിപ്പിച്ചത്. കൊല്ലം ADM സജീവ് മറവനാലിനും മാധ്യമപ്രവർത്തകനായിരുന്ന രാജു ഇടവട്ടയിലിനുമാണ് ആദരവ് നൽകിയത്. അധികം പത്രപ്രവർത്തന രംഗത്ത് നിന്നുകൊണ്ട് ഒരു നാടിൻ്റെ വികസന പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പല വികസനങ്ങളും നേടിയെടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ ഈ മാധ്യമ രംഗത്ത് നിന്ന് പടിയിറങ്ങുന്നത്. 1983 മുതൽ ആരംഭിച്ച, അതിനു മുമ്പ് തന്നെ പത്രപ്രവർത്തന രംഗത്ത് ഞാൻ ഉണ്ടായിരുന്നു. SSLCക്ക് പഠിക്കുന്ന സമയത്ത്, അതായത് SSLCക്ക് 210 മാർക്ക് ആദ്യമായി ഉണ്ടാക്കിയ സമയത്ത് 210 മാർക്ക് വാങ്ങി SSLC പാസ്സായെങ്കിലും അന്ന് അത് ആൾക്കാരെ കാണിക്കാൻ ഒരു നാണക്കേട് കൊണ്ട് അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ള എനിക്കൊരാഗ്രഹമാണ്. 2010 കരുനാഗപ്പള്ളിയിൽ ന്യായവില നിശ്ചയിച്ചപ്പോൾ ഞാനന്ന് ആലപ്പാട് വില്ലേജ് ഓഫീസറായിരുന്നു. കരുനാഗപ്പള്ളി വില്ലേജിൽ പല പാവപ്പെട്ടവരും അന്നുണ്ടായി. അന്നത്തെ ADM നമ്മുടെ മോഹൻ സാറ് പല കാര്യങ്ങളും ചെയ്യണമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. പക്ഷേ അത് മൊത്തത്തിൽ തീർക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ മാതിരി കൂട്ടായ അപേക്ഷ കൊടുത്താൽ പോലും വ്യക്തിപരമായ അപേക്ഷയും കൂടി ഇതിനോട് വിട്ടുവെച്ചാൽ മാത്രമേ നമ്മൾ ഈ കാര്യങ്ങൾ ചട്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാൻ പറ്റുള്ളൂ. ആദരവ് സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ P. സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്ത് ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാകണമെങ്കിൽ, ഇതുപോലുള്ള സൗഹൃദങ്ങൾ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ സൗഹൃദ വലയത്തിൽ നിന്നുമുള്ള ആളുകളെ കൂട്ടായി കൊണ്ടുവന്നാൽ മാത്രമേ ഇത്തരം ഒരു സഹായം, ഒരു വേദി പങ്കിടാനൊക്കെയുള്ളൂ. നമ്മുടെ കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്ക് നമ്മളെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഓണം പോലെയും പെരുന്നാൾ പോലെയും അതുപോലുള്ള നാട്ടിലെ വലിയ വലിയ ഉത്സവങ്ങളും ഉണ്ടാകുമ്പോഴുമാണ് കുടുംബത്തിലെ അംഗങ്ങൾ ഒന്നിച്ചുകൂടി ഇതുപോലെ വർത്തമാനങ്ങൾ പറയുന്നതും 1-2 ദിവസങ്ങൾ കൂട്ടായി ഒന്ന് സംഗമിച്ചിട്ട് തിരികെ പോകുന്നത്. ഇപ്പോഴെല്ലാം ആഘോഷങ്ങളെല്ലാം തന്നെ SSLCയുടെ ഇത്രാം ബാച്ചിൽ പങ്കെടുത്തവരെല്ലാം കൂടി ഒരു സംഗമം, +2 പഠിച്ചവരുടെ ഒരു സംഗമം, കോളേജിൽ പഠിച്ചവരുടെ ഒരു സംഗമം, അങ്ങനെ കുറേ ആളുകളുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പം നമ്മുടെ പരിചയം പുതുക്കുന്നത്. കാരണം ലോകം അത്രയ്ക്ക് വിശാലമായി കഴിഞ്ഞിരിക്കും. എല്ലാവർക്കും തിരക്കുള്ളവരായി മാറി. എല്ലാവരും തിരക്കുള്ളവരാണ്. 24 മണിക്കൂർ പോരാ നമുക്കൊരു ദിവസം കഴിച്ചു കൂട്ടുവാൻ എന്നുള്ള നിലയിലേക്ക് തിരക്കുള്ളവർ തിരക്ക് ഉള്ളവരായും തിരക്കില്ലാത്തവർ തിരക്ക് അഭിനയിച്ചും പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. N. അജയകുമാർ അധ്യക്ഷത വഹിച്ചു. മുനമ്പത്ത് ഗഫൂർ സ്വാഗതം പറഞ്ഞു. R. രാജശേഖരൻ, അഡ്വക്കേറ്റ് KA ജവാദ്, MK വിജയഫാനു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.